വെൽക്കം അഗെയിൻ ഇൻ ടു ദ നെക്സ്റ്റ് ക്ലാസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രൈമറി ഓക്സിലറിയുടെ ബി ഫോമുകളിൽപ്പെട്ട ആമാണ് നമ്മൾ പഠിച്ചത്. ആമിനെ കുറിച്ചാണ് പഠിച്ചത്. ആമിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു. ആമിൻ്റെ ഏകദേശം 3 തരത്തിലുള്ള ഉപയോഗമാണ് നമ്മൾ പഠിച്ചത്. ആമിന് ഏകദേശം 4 തരത്തിലുള്ള ഉപയോഗമുണ്ട്. ആമിന് മാത്രമല്ല, പ്രൈമറി ഓക്സിലറിയുടെ ബി ഫോമുകളായ ആം, ഈസ്, ആർ, വാസ്, വെയർ, ഇതിനെല്ലാറ്റിനും ഈ 5 ഏകദേശം 4 തരത്തിലുള്ള ഉപയോഗമാണ് വരുന്നത്. ഒന്നാമത്തത്, നമ്മൾ ആരാണെന്ന് പറയാൻ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഐ എം എ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഹു ആർ യു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എ ഡോക്ടർ, ഐ എം എ ടീച്ചർ, ഐ എം എൻ എഞ്ചിനീയർ. ഇങ്ങനെ നമ്മൾ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഉപയോഗമാണ് നമ്മൾ പഠിച്ചത്. മറ്റൊന്ന്, രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥ പറയാനാണ്. ഉദാഹരണത്തിന് ഐ ആം ഫൈൻ, ഐ ആം ടയേർഡ്, ഐ ആം വെരി ബിസി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഉപയോഗം വരുന്നത് നമ്മൾ എവിടെയാണ് എന്ന് പറയാനാണ്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഐ ആം ഹിയർ, ഐ ആം ഇൻ ദ ഹൗസ്, ഐ ആം ഇൻ ദ ക്ലാസ്, ഐ ആം വിത്ത് മൈ ഫ്രണ്ട്, ഐ ആം വിത്ത് റിയാൻ. ഇങ്ങനെ നമ്മൾ നാലാമത്തെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുക എന്ന പ്രവൃത്തിയാണല്ലോ. അപ്പം ഈ പ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെയാണ് ആം വെച്ചിട്ട് പറയേണ്ടത്, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊന്ന്, നമ്മൾ ഇതുവരെ ഉപയോഗിച്ചതുപോലെയല്ല, ഇനി നമ്മളൊരു വെർബ് ഫോമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആക്ഷൻ, പ്രവൃത്തിയാണ് പറയാൻ പോകുന്നത്. ഈ ആക്ഷൻ ഫോം അല്ലെങ്കിൽ വെർബ് പറയുമ്പോൾ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ കൂടെ ING ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഐ ആം വെച്ചിട്ട് ഇപ്പോൾ സ്റ്റഡി എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ കൂടെ ING ചേർത്ത് പറയണം. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ഐ ആം സ്റ്റഡിയിങ് എന്നാണ്. ഇങ്ങനെ നമ്മൾ ആക്ഷൻ, പ്രവർത്തികൾ പറയുമ്പോഴും ഈ ഓക്സിലറി ആമിൻ്റെ കൂടെ ആണെങ്കിൽ അത് ING ചേർത്തിരിക്കണം. ഐ ആം സ്റ്റഡിയിങ് എന്നാണ് പറയുന്നത്. ഇതിനർത്ഥം വരുന്നത് എന്താണ്? ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യം പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ എം കമ്മിങ് ഫ്രം കാലിക്കറ്റ്. ഇപ്പോൾ ഒരാൾ ചോദിക്കും നീ എവിടെയാണ്, എന്തെടുക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്? ഐ എം സ്റ്റഡിയിങ്, ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക്, ഐ എം പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്, ഐ ആം ഹാവിങ് മൈ ഫുഡ്. ഐ ആം ഹാവിങ് മൈ ഫുഡ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം ഹാവിങ് മൈ ഫുഡ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കുറച്ചും കൂടി കൂട്ടി ഇങ്ങനെ പറയാൻ നോക്കുക. ഇങ്ങനെ ഐ ആം പ്ലേയിങ് ഫുട്ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ അവർ സ്കൂൾ ഗ്രൗണ്ട്. ഇങ്ങനെ കൂട്ടി പറയാം. നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു ഐ പ്ലസ് ആം പ്ലസ് വെർബ് പ്ലസ് ING വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകൾ. ഉദാഹരണത്തിന് ഐ ആം സ്റ്റഡിയിങ്, ഐ ആം പ്ലേയിങ്, ഐ ആം ഗോയിങ് എന്ന് വരുന്ന, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇനി ഇതേ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ കൊണ്ട് നമുക്ക് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. അതായത്
നമ്മൾ ഒരു പ്ലാൻ ചെയ്ത കാര്യം പറയാൻ, അതായത് ഇപ്പോൾ അടുത്ത ഒരു സമയത്ത്, അടുത്ത ഭാവിയിലൊരു സമയത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യവും ഈ രൂപത്തിൽ പറയും. ഉദാഹരണത്തിന്, ഐ ആം ഗോയിങ് ടു കൊച്ചിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ. ഐ ആം കമ്മിങ് ടു യുവർ ഹൗസ് ടുമോറോ. ഞാൻ നാളെ നിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഐ ആം സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്തയാഴ്ച ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നു. ഐ ആം ഓപ്പണിങ് എ ന്യൂ ഷോപ്പ് ഇൻ എറണാകുളം നെക്സ്റ്റ് ഇയർ. ഞാൻ അടുത്ത വർഷം എറണാകുളത്ത് ഒരു പുതിയ ഷോപ്പ് തുറക്കുന്നു. ഇങ്ങനെ വരുന്ന നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പറയാനും ഈ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണമായ ഐ ആം ഗോയിങ് ടു കൊച്ചിൻ ദിസ് ഈവനിങ് എന്ന സെൻറ്റൻസിലെ ദിസ് ഈവനിങ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇന്ന് വൈകുന്നേരം എന്ന് പറയാൻ നമ്മൾ ദിസ് ഈവനിങ് എന്നാണ് പറയുക, ടുഡേ ഈവനിങ് എന്നല്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് എന്നുള്ളതിന് ടുഡേ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ന് വൈകുന്നേരം എന്നുള്ളതിന് ടുഡേ ഈവനിങ് എന്നല്ല പറയുക, മറിച്ച് ദിസ് ഈവനിങ് എന്നാണ് പറയുക. അതുപോലെ ദിസ് മോർണിംഗ്, ദിസ് നൂൺ എന്നുള്ള പ്രയോഗങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞു. ഇനി ഇത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ചോദിക്കുകയും വേണം. ഇപ്പം പറയാനേ പഠിച്ചിട്ടുള്ളൂ. ഇനി ചോദിക്കൽ എങ്ങനെയാണ് അത് നോക്കാം. ചോദ്യരൂപങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം. നമ്മളിവിടെ കണ്ടു ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇത് പറച്ചിലാണ്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ. ഇത് നമ്മൾ പറയാണ്. അപ്പോൾ ഈ പറയലിൻ്റെ രൂപം ആദ്യം നമ്മൾ ആരാണ് എന്ന് പറഞ്ഞു, നമ്മൾ ആരാണ് പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ പറഞ്ഞു. ആരാണ് ആദ്യം നമ്മൾ ഐ എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് ആം ഉപയോഗിക്കുന്നത്, ഓക്സിലറി ആം. പിന്നെയാണ് നമ്മൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞത്, ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ആം ഉണ്ടല്ലോ, ഈ ആമിനെ നമ്മൾ ഈ ഐയുടെ മുമ്പിലേക്ക് അങ്ങ് വെച്ചാൽ എങ്ങനെയാണ് വായിക്കുക? ആം ഐ എ സ്റ്റുഡൻറ്റ്, ആം ഐ എ സ്റ്റുഡൻറ്റ് എന്നായി. ഈ ആമിനെ ഐയുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായി? അത് ചോദ്യമായി. ആം ഐ എ സ്റ്റുഡൻറ്റ്, ഐ എം എ സ്റ്റുഡൻറ്റ്, ആം ഐ എ സ്റ്റുഡൻറ്റ്, ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ആം ഐ എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണോ? സിമ്പിൾ, വളരെ എളുപ്പത്തിൽ ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. ഐ ആം എ സ്റ്റുഡൻറ്റ്, ആം ഐ എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണോ? ഐ ആം എ ഡോക്ടർ, ആം ഐ എ ഡോക്ടർ. ഇത് നമ്മൾ രണ്ടാമത്തെ ഉപയോഗം പറഞ്ഞു, നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കണം. ഐ ആം ഫൈൻ, ആം ഐ ഫൈൻ, ആം ഐ ടയേർഡ്, ഇങ്ങനെ ചോദിക്കാം. ഇനി ആം ഐ ഇൻ ദ ക്ലാസ്, ഐ ആം ഇൻ ദ ക്ലാസ്, ആം ഐ ഇൻ ദ ക്ലാസ്. ഇനി നമ്മൾ പറഞ്ഞു ഐ ആം എ സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് സ്റ്റഡി ചെയ്യാണ്. ഐ ആം സ്റ്റഡിയിങ്, ആം ഐ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആം ഐ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഐ ആം ഡൂയിങ് മൈ വർക്ക്, ഐ ആം ഡൂയിങ് മൈ ഹോം വർക്ക്, ആം ഐ ഡൂയിങ് മൈ ഹോം വർക്ക്? യെസ്, ഐ ആം ഡൂയിങ് മൈ ഹോം വർക്ക്. ഇങ്ങനെ ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രൂപം. വളരെ എളുപ്പം, വളരെ സിമ്പിൾ. ഇങ്ങനെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആമിനെ ഈ സബ്ജക്റ്റിൻ്റെ ഐൻ്റെ മുമ്പ് വെച്ചിട്ട് പറഞ്ഞാൽ അത് ചോദ്യവും, അതിൻ്റെ ശേഷം പറഞ്ഞാൽ അത് പറച്ചിൽ സ്റ്റേറ്റ്മെൻറ്റുമായി, പ്രസ്താവന എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇനി നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ടേബിൾ നോക്കി പരമാവധി സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അതായത് ഫസ്റ്റത്തെ കോളത്തിൽ ഐ ആം, പിന്നെ രണ്ടാമത്തിൽ നിന്നൊന്ന് എടുക്കുക, അതിനോട് മാച്ചായതൊന്ന് മൂന്നാമത്തെ കോളത്തിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സെൻറ്റൻസുകൾ എഴുതിയുണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കുക. എന്നിട്ടത് അത് പിന്നെയും പിന്നെയും പറഞ്ഞ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ ഒന്നാമത്തെ കോളം ഐ ആം എന്ന് തന്നെ, പിന്നെ രണ്ടാമത്തെ കോളത്തിൽ നിന്ന് ആദ്യത്തെ എടുത്താൽ ബോയ് എന്നാണ്,
ബോയിനോട് ഇവിടെ ഏതാണ് മാച്ചാകുന്നത്, ഏതാണ് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയിട്ട് എഴുതുക. ഒരു ഉദാഹരണം മാത്രം ഇപ്പോൾ പറയാം. ഐ ആം എ ഗുഡ് ബോയ് എന്ന് ചേർത്ത് നിങ്ങൾ പറയണം. അങ്ങനെ അതേപോലെ ഡൂയിങ്, റൈറ്റിംഗ് എന്നുള്ളതിൻ്റെ ഓരോന്നിൻ്റെയും, ഇപ്പോൾ ഡൂയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുന്നു, കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള, സിറ്റിംഗ് ഇരിക്കുന്നു, പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുന്നു, വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നു എന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ. പിന്നെ ബാക്കിയുള്ളതൊക്കെ എ ലെറ്റർ ഇൻ ദ പാർക്ക്, ഗുഡ്, ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. വല്ല വാക്കിൻ്റെയും അർത്ഥം കിട്ടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. തൽക്കാലം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിർത്തി വെച്ചിട്ട് ഈ പറഞ്ഞ ടേബിളിലുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ എഴുതി നോക്കുക. എഴുതി നോക്കിയതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കുക. അങ്ങനെ നോക്കി നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസുകൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തത് ഐ ആം എ ഗുഡ് ബോയ്, രണ്ടാമത്തത് ഐ ആം ഡൂയിങ് എ വർക്ക്, മൂന്നാമത്തത് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഐ ആം സിറ്റിംഗ് ഇൻ എ ചെയർ, ഐ ആം പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ആം വാക്കിംഗ് ഇൻ ദ പാർക്ക്. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കുക. ഇനി ഈ കാണുന്ന രൂപത്തിൽ അത് ക്വസ്റ്റ്യൻ രൂപമാക്കുക. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കി ഐ ആം വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ആം ഐ എ ഗുഡ് ബോയ്, ആം ഐ എ ഗുഡ് ബോയ് അങ്ങനെ വെച്ചിട്ട് ആം ഐ എ ഗുഡ് ബോയ്, ഞാനൊരു നല്ല കുട്ടിയാണോ? ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ, ഞാനൊരു കത്തെഴുതുകയാണോ എന്ന രീതിയിൽ നിങ്ങൾ പരമാവധി അത് സെയിം സാധനങ്ങൾ ഇപ്പം നിങ്ങൾ എഴുതിയ അതേ വാക്കുകൾ തന്നെ ക്വസ്റ്റ്യനാക്കി മാറ്റി എഴുതുക. എന്നിട്ട് അത് രണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. Please subscribe the channel if you haven't done it yet. Thank you for watching. Have a good day.